പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ ഇവരുടെയൊക്കെ പവർ നശിച്ച് പടം പോലും ഇല്ലാതെ ഇവരെല്ലാവരും എങ്ങനെങ്കിലും ഒരു സിനിമ നടക്കാൻ വേണ്ടിയിട്ട് പലരുടെയും പിന്നാലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് പഴയ പ്രമുഖർക്കും. ഇന്നത്തെ പവർ ഗ്രൂപ്പ് ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും പവർ ഉള്ളവനാണ് പവർ ഗ്രൂപ്പ്. ഇപ്പൊ നസ്ലിൻ അല്ലെങ്കിൽ ബേസിൽ ജോസഫ് തുടങ്ങിയ ചെറുപ്പക്കാരുടെ അടുത്തേക്ക് 1 കോടിയും 2 കോടിയും കൊടുത്തുകൊണ്ട് നിർമ്മാതാക്കൾ പോകുമ്പോൾ അവർക്കാണ് പവർ. അല്ലാതെ പഴയ ആൾക്കാർക്ക് പവർ ഇല്ല. ഇന്ന് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമ കാണുന്നതിനെക്കാട്ടും കൂടെ ആൾക്കാർ കാണാൻ താല്പര്യം അല്ലെങ്കിൽ ഇനിഷ്യലി ഒരു പുള്ള് കൊടുക്കുന്നുണ്ട് പുതുതലമുറയിൽപ്പെട്ട ചെറുപ്പക്കാരുടെ പടങ്ങൾ കാണാൻ. അപ്പം പഴയ ആൾക്കാർ പലരുടെയും പവർ നശിച്ചു പോവുകയും നമ്മൾ വീണ്ടും അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഇന്നലകളിൽ അവസാനിച്ച ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇന്ന് ചർച്ച നടത്തിയിട്ട് കാര്യമുണ്ടോ? ഇന്നത്തെ പ്രശ്നം എന്താണ്? ഇന്നത്തെ മലയാള സിനിമയിലെ പ്രശ്നങ്ങൾ അറിയണമെങ്കിൽ ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാരിൽ എത്ര പേർ ഇന്ന് സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയിലെ മണ്ടത്തരം പറയല്ലേ മാരാരെ. അപ്പൊ 5 കൊല്ലം മുമ്പ് ഒരു കൊലപാതകം നടന്നു, അതിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റിപ്പോർട്ട് ഇപ്പോഴാണ് കിട്ടുന്നത്. അപ്പൊ അത് അന്വേഷിക്കണ്ടേ? ഇനിയുള്ള കൊലപാതകങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി എന്നാണോ?